ന്യൂസ് ഈവനിംഗിൽ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട 24-ന്റെ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് പോകുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ സ്വപ്ന സുരേഷിന്റെ ഇടപെടൽ മൂലം ഒതുക്കിത്തീർത്ത കായിക താരത്തിനെതിരായ അഴിമതി ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. കായിക താരം ബോബി അലോഷ്യസ് നടത്തിയ ഗുരുതരമായ അഴിമതിയെന്ന മുൻ സ്പോർട്സ് കൗൺസിൽ അംഗം സലീം പി ചാക്കോ 24-നോട് വെളിപ്പെടുത്തി. വിദേശത്ത് പഠിക്കാൻ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളിൽ നിന്ന് അനുവദിച്ച 49 ലക്ഷം ബോബി അലോഷ്യസ് ദുർവിനിയോഗം നടത്തിയെന്ന സ്പോർട്സ് കൗൺസിൽ നേരത്തെ കണ്ടെത്തലുണ്ടായിരുന്നു. സർക്കാരുകളുമായി ഉണ്ടാക്കിയ വ്യവസ്ഥകൾ ലംഘിച്ചു, ചട്ടങ്ങൾ ലംഘിച്ച് ഇവർ സ്വകാര്യ സ്ഥാപനം തുടങ്ങി. ഇതിൽ പിന്നീട് സ്വപ്ന സുരേഷ് ഇടപെട്ടു. സലീം പി ചാക്കോ 24-നോട് പറഞ്ഞത് ആദ്യം കേൾക്കാം. ശ്രീമതി അഞ്ജു ബോബി ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൻ്റെ മുന്നിലേക്ക് 2016 ഇത്തരത്തിൽ പല പരാതികളും ബോബി അലോഷ്യസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൗൺസിലിന് മുമ്പിലേക്ക് വരുന്നത്. അതിനെ സംബന്ധിച്ച് കൗൺസിൽ വിശദമായി അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് വിശദമായി ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ച് ഉള്ള പഴയ ഫയലുകൾ എന്നുവെച്ചാൽ 2 ഗവൺമെൻറ് കാലയളവിൽ ഉള്ള സംഭവവാസങ്ങളായതുകൊണ്ട് തന്നെ 10 വർഷക്കാലത്തെ ഫയലുകൾ കൃത്യമായി പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് വ്യക്തമായ ചില വിഷയങ്ങൾ ഉണ്ട് എന്ന് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിനെ ബോധ്യപ്പെടുകയും ഈ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്ന സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ തീരുമാനം സംസ്ഥാന ഗവൺമെൻറ്റിന്, ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് നൽകി. അതോടൊപ്പം തന്നെ 10 വർഷത്തെ സ്പോർട്സ് കൗൺസിലിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് അഞ്ജു ബോബി ജോർജിൻ്റെ നേതൃത്വമുള്ള ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് രാജിവെക്കുന്നത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ പരാതികളും ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നൽകി. ടെക്നിക്കൽ സെക്രട്ടറിയായിട്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ടെക്നിക്കൽ സെക്രട്ടറിയായിട്ട് ശ്രീമതി ബോബി അലോഷ്യസ് പ്രവർത്തിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചടക്കം ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കസ്റ്റംസ് ജനറൽ മാനേജർക്ക് നമ്മൾ പരാതി നൽകി. പരാതിയെ സംബന്ധിച്ച് വിശദമായി നമ്മൾ ആ പരാതിയിൽ വിത്ത് എവിഡൻസോടു കൂടിയാണ് പരാതി നൽകിയിരുന്നത്. 2016 ജൂൺ 29 നമ്മൾ പരാതി അവിടെ ചെന്നൈയിൽ കസ്റ്റംസ് ഓഫീസർ അത് കൈപ്പറ്റിയതായി നമുക്ക് റിട്ടേണായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫർദർ ഡീറ്റെയിൽസ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കത്ത് തരുന്നതിന് പകരം ബൈ ഫോണിൽ കൂടെ ഓഫീസർ എന്നെ വിളിക്കുകയും നിങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടെ സോളിഡായ എവിഡൻസ് വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ തെളിവ് സഹിതമാണ് നമ്മൾ പരാതി കൊടുത്തത്. എന്നാൽ അതിനുശേഷം യാതൊരു വിധമായ നടപടികളും കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വിജിലൻസ് അന്വേഷണം ബഹുമാനപ്പെട്ട ജേക്കബ് തോമസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുന്നതിന് വേണ്ടി തത്വത്തിൽ ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യുകയും വിജിലൻസ് അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് അന്നത്തെ പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ എല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. നമ്മൾ കൊടുത്തിട്ടുള്ള പരാതികൾ തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിലൂടെയും പത്തനംതിട്ടയിൽ നടന്ന പത്രസമ്മേളനത്തിലൂടെയും ഒക്കെ കേരളത്തിലെ പൊതുസമൂഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലുമായി ശ്രീമതി ബോബി അലോഷ്യസ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നു. അത്ലറ്റിക്സ് രംഗത്തെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി
15 ലക്ഷം രൂപ മുടക്കി ഇംഗ്ലണ്ടിൽ പോയി BSc സയൻസ് പഠിക്കുകയും തുടർന്ന് വന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ ടെക്നിക്കൽ സെക്രട്ടറി ആയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിൽ ജോലി ചെയ്തുകൊണ്ട് 14 ജില്ലയിലെ അത്ലറ്റിക്സ് രംഗത്തെ വളർന്നു വരുന്ന ചെറുപ്പക്കാരികൾക്ക് കായിക രംഗത്തേക്കുള്ള അഭിരുചി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു കോഴ്സാണ്. അത് പഠിച്ച് തിരികെ വന്ന് അത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ തീരുമാനമനുസരിച്ചാണ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ രേഖകളും നമ്മൾ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നൽകിയിട്ടുള്ളതാണ്. തീവ്രവാദ സ്വഭാവമുള്ള സ്വർണ്ണക്കള്ളക്കടത്തിലെ മുഖ്യപ്രതിയുടെ സഹായം ബോബി അലോഷ്യസ് ഒരു ഘട്ടത്തിൽ തേടിയിരുന്നുവെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥയ്ക്ക് സ്വപ്ന സുരേഷ് വഴിവിട്ട സഹായം നൽകിയിരുന്നുവെന്നുള്ള വാർത്തയായിരുന്നു ഇന്നലെ നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. മറുനാട്ടിൽ പോയി പഠിക്കുകയും ആ പഠിക്കാൻ വേണ്ടി 49 ലക്ഷം രൂപ മറുനാടൻ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത ബോബി അലോഷ്യസ് പക്ഷേ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു സ്വകാര്യ സ്ഥാപനം തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അന്ന് സ്പോർട്സ് കൗൺസിൽ ഉന്നയിച്ചതും. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനു വേണ്ടി അല്ലെങ്കിൽ കസ്റ്റംസിന്റെ സൂപ്രണ്ടിലേക്ക് ഈ വിവരം അറിയിക്കുകയും ചെയ്തത്. എന്നാൽ ഈ അന്വേഷണമാണ് ഇപ്പോൾ ഒതുക്കി തീർത്തതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ സ്വപ്ന സുരേഷിന്റെ ഇടപെടൽ ഉണ്ടായി എന്നതായിരുന്നു ഇന്നലെ 24 ബ്രേക്ക് ചെയ്തത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് അബ്ദുൾ റഹീമും ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും നൽകും. അബ്ദുൾ റഹീം, ഈ മറുനാട്ടിൽ പോയി തട്ടിപ്പ് നടത്തിയ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥ ഇവരെ രക്ഷപ്പെടുത്താൻ സ്വപ്ന സുരേഷ് ഇറങ്ങിത്തിരിച്ചുവെന്നും ഇത്തരത്തിൽ സ്വപ്ന സുരേഷിന്റെ അടക്കമുള്ള സ്വാധീനം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥയ്ക്ക് ലഭിച്ചു എന്നും തരത്തിലുള്ള സൂചനകളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഈ വാർത്തയെ ഇപ്പോൾ ശരിവെക്കുകയാണ് മുൻ സ്പോർട്സ് കൗൺസിൽ അംഗം. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അരുൺകുമാർ, പ്രധാനമായും വലിയൊരു ആരോപണമാണ് കായിക താരമായിരുന്ന ബോബി അലോഷ്യസിനെതിരെ മുൻ കൗൺസിൽ അംഗമായ സലിം പി ചാക്കോ ഇപ്പോൾ ഉന്നയിക്കുന്നത്. പുറത്തുപോയി, അതായത് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാനായി കേന്ദ്ര സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൽ നിന്നും തുക കൈപ്പറ്റുകയും പിന്നീട് അവിടെ പോയി തൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ തുക ചിലവഴിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സലിം പി ചാക്കോ 24നോട് നൽകിയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് സ്പോർട്സ് കൗൺസിൽ കേന്ദ്ര കായിക വികസന മന്ത്രാലയത്തിൽ നിന്നും 30 ലക്ഷം രൂപയും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നിന്നും 15 ലക്ഷം രൂപയുമാണ് ഈ പഠനത്തിന് വേണ്ടി, അതായത് BSc സ്പോർട്സ് സയൻസ് പഠിക്കുവാനായി ഇവർ കൈപ്പറ്റിയത്. എന്നാൽ ഈ പഠനം ഇംഗ്ലണ്ടിൽ പോയി ഇവർ നടത്തിയിരുന്നില്ല. പക്ഷേ ഇവിടെ പോയി, അതായത് ഇംഗ്ലണ്ടിൽ പോയി സ്വകാര്യമായ ഒരു തൻ്റേതായ ഒരു കമ്പനി രൂപീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ച തുക ഇവർ വിനിയോഗിച്ചത് എന്നുള്ളതിൻ്റെ രേഖകളടക്കമാണ് ഇപ്പോൾ സലിം പി ചാക്കോ ഈ ഒരു ആരോപണം ഇവർക്കെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇവർ പ്രധാനമായും ഈ ഒരു ഫണ്ട് വാങ്ങുമ്പോൾ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ ഈ ഫണ്ട് വാങ്ങുമ്പോൾ ഗവൺമെൻറ്റുകളുമായി വെച്ചിരുന്ന ഒരു വ്യവസ്ഥ ഇതായിരുന്നു: തിരിച്ച് പഠനം പൂർത്തിയാക്കി തിരികെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ, അവരെ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും ബോബി അലോഷ്യസ് അറിയിച്ചിരുന്നു. പക്ഷേ ഈ വ്യവസ്ഥകളും ബോബി അലോഷ്യസ് ലംഘിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു രേഖകളിൽ നിന്ന് കൃത്യമായി പരാതി ഉണ്ടായിരുന്നിട്ടും വേണ്ട വിധത്തിലുള്ള അന്വേഷണം കസ്റ്റംസ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുകൂടി ഞങ്ങളോടൊപ്പം ഇപ്പോൾ പ്രതികരിച്ച മുൻ സ്പോർട്സ് കൗൺസിൽ അംഗം സലീം പി ചാക്കോ പറഞ്ഞു. ഒരിക്കൽ കൂടി കേൾക്കാം ഈ ഭാഗം. കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും ഡീപ്പായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. കാരണം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പൈസ ഒരേ ആവശ്യത്തിനു വേണ്ടി ധനവിനിയോഗം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം മാത്രമല്ല, വസ്തുത. അത് ഇവിടെ നിന്ന് പഠിക്കാൻ പോവുക എന്നുള്ള രേഖയുണ്ടാക്കി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലിൽ നിന്നും പൈസ വാങ്ങുന്നതോടൊപ്പം സെയിം പ്രോജക്റ്റ് വെച്ച് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും തുക വാങ്ങി ഇംഗ്ലണ്ടിൽ പോവുകയും അവിടെ ചെന്നതിന് ശേഷം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിക്കുകയും ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് ഭർത്താവായ ഓൺലൈൻ എഡിറ്ററായിട്ടുള്ള വ്യക്തിയെ
കൂടെ കൊണ്ടുപോയും കോച്ച് ആണെന്നുള്ള രൂപേണയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ ചെന്നതിന് ശേഷം ഈ വിട്ട കാര്യങ്ങളെല്ലാം മറന്ന് എന്തിനു വേണ്ടിയാണോ അവിടേക്ക് വിട്ടത് ആ കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഓൺലൈൻ സ്ഥാപിച്ചുകൊണ്ട് അവിടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ അംഗത്വം നേടിക്കൊണ്ട് അവിടെ ഓൺലൈൻ മാധ്യമം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള UK പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയായിരുന്നു. മറുനാടൻ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മറുനാട്ടിൽ നടന്ന ഈ വലിയ തട്ടിപ്പ്, അതിനു പിന്നിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഒരു ഓൺലൈൻ പത്രത്തിൻ്റെ ഒരു എഡിറ്ററെ വിദേശത്തേക്ക് കൊണ്ടുപോവുക, അത് കോച്ചാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുക, അവിടെ നിന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക, റെസിഡൻസ് സർട്ടിഫിക്കറ്റുമായി ഒടുവിൽ അത്തരം ഒരു ഓൺലൈൻ വ്യാപാരം തുടങ്ങുക, ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി സർക്കാരിൻ്റെ 49 ലക്ഷം രൂപ ദുർവിനിയോഗം ചെയ്ത് ലണ്ടനിൽ എന്തിനാണോ വിട്ടത്, മറുനാട്ടിൽ എന്തിനാണോ വിട്ടത്, അതെല്ലാം മറന്ന് അവിടെ സ്വകാര്യ ബിസിനസ് സംരംഭം ആരംഭിക്കുകയും ചെയ്തു. വളരെ ഗുരുതരമായ ആരോപണമായിരുന്നു ഈ ബോബി അലോഷ്യസിന് എതിരെ ഉയർന്നതും കസ്റ്റംസ് വകുപ്പിലേക്ക് സ്പോർട്സ് കൗൺസിൽ ഇത്തരം പരാതി അയച്ചതും. പക്ഷേ ഒരു അന്വേഷണവും ആ ഭാഗത്തു നിന്നുണ്ടായില്ല. സ്വപ്ന സുരേഷ് അടക്കം തീവ്രവാദ ബന്ധ സ്വഭാവമുള്ളവരുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, വളരെ ഗുരുതരമായ ഒരു വിശേഷമാണ് ഇപ്പോൾ. ഒരു മറുനാടൻ തട്ടിപ്പിനപ്പുറത്തേക്ക്, ഒരു മറുനാട്ടിൽ തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് തീവ്രവാദ ബന്ധ സ്വഭാവമുള്ള ഒരു പ്രതിയുടെ കൂടി സഹായം ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിന് ഈ ബോബി അലോഷ്യസ് എന്ന ഈ മുൻ കായിക താരം ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അരുൺ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ആക്ഷേപം ഉന്നയിച്ചിരുന്ന ആൾ, അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നത് ഒരു വ്യക്തിയെയല്ല, മറിച്ച് കേരളത്തിലെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനെയാണ്, അതായത് കേരള സ്റ്റേറ്റിനെയാണ്. കേരള സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് വളരെ പ്രശസ്തയായിട്ടുള്ള കായിക താരം അഞ്ജു ബോബി ജോർജിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തപ്പെട്ട ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള അപാകതകൾ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ തയ്യാറാക്കപ്പെട്ട ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുകയും നടപടി വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു സംഭവത്തിലാണ് അന്വേഷണം വേണ്ട, അല്ലെങ്കിൽ അന്വേഷണ നടപടികൾ ഇല്ലാതായി പോയത്. ഈ അന്വേഷണ നടപടികൾ ഇല്ലാതായത് എങ്ങനെയാണ് എന്നതിന്റെ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകളിലെ കാഠിന്യം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ചെറിയ ആരോപണമല്ല ഈ കായിക താരം ബോബി അലോഷ്യസ് നേരിട്ടത്. ബോബി അലോഷ്യസ് നേരിട്ട ആരോപണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ കബളിപ്പിച്ച് പണം കൈക്കലാക്കി എന്നത് ആദ്യത്തേതാണെങ്കിൽ, ഇവിടെ നിന്ന് പോയ കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിച്ചില്ല എന്നത് രണ്ടാമത്തതാണെങ്കിൽ, ഇതിനെ എല്ലാ കാട്ടിയും ഉപരിയായി കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അനുമതിയില്ലാതെ ഒരു സ്വകാര്യ സ്ഥാപനം തുടങ്ങുക എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് മൂന്നാമതവർ ചെയ്യുന്നത്. നാലാമതവർ ചെയ്യുന്നത് അതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് അടക്കം നടത്തിക്കൊണ്ട് കോടികൾ തട്ടിയെടുക്കുക എന്ന വളരെ വലിയ മനുഷ്യക്കടത്ത് തുല്യമായിട്ടുള്ള പ്രവൃത്തി അവർ അവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ വലിയ രീതിയിൽ അന്വേഷണം വേണ്ടത്. ഒരു തരത്തിലും ഏതെങ്കിലും ഒരു സർക്കാരിനെ സംബന്ധിച്ച് സ്വന്തം പണവുമായി ഇങ്ങനെ പോകുന്ന ഒരാൾ നടത്തുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഈ വിധത്തിൽ ഒരു അന്വേഷണം ഒരു പരാതി ഉണ്ടായാൽ അന്വേഷണം വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഷയത്തിലാണ് അന്വേഷണം പോലും ഇല്ലാതിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ അന്വേഷണം വേണമെന്നുള്ളത് തെളിവുകൾ സഹിതമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിജിലൻസിന്റെ അന്വേഷണത്തിന് എല്ലാ നടപടികളും പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഈ ഫയൽ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരികെ വിളിക്കുന്നത്. അന്ന് പറഞ്ഞ ന്യായം ഇത് CBI അന്വേഷണത്തിന് വിടാൻ പോകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട IAS ശൃംഖലയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. ആ നീക്കങ്ങൾ നടത്തിയതിന് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇതിന് പിന്തുണ നൽകിയത് സംസ്ഥാന പോലീസിലെ ഏറ്റവും അറിയപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോൾ സ്വപ്നയുമായി ബന്ധപ്പെട്ട പേരുകാരിൽ ഏറ്റവും ആദ്യമായി പറഞ്ഞു കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ വിളിച്ചു വരുത്തപ്പെട്ട ഫയൽ പിന്നീട് ആരും കണ്ടിട്ടില്ല.
പുറം ലോകം കണ്ടിട്ടില്ല. ഈ ഫയൽ ആവിയായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നാണക്കേടിനാണ് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ആർക്കെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷത്തിലുള്ളത്, ഏത് കോഴ്സ് പഠിക്കാൻ വേണ്ടിയാണ് ഈ ബോബി അലോഷ്യസ് പോയത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി വരണം. നേരത്തെ സലീം പി ചാക്കോ പറഞ്ഞത് BSc സയൻസ് എന്നാണ്. എനിക്കൊന്ന് BSc സ്പോർട്സ് സയൻസ് പഠിക്കാൻ വേണ്ടിയാണോ പോയത്? അതിനുശേഷം ഇവർ ഈ കോഴ്സ് അവിടെ പൂർത്തിയാക്കിയോ? ഈ കോഴ്സിന് എന്തിനു വേണ്ടിയാണോ അയച്ചത്, അതിന്റെ ഫലം കേരളത്തിലെ 14 ജില്ലകളിലുള്ള കുട്ടികൾക്ക് ലഭിച്ചോ? അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? അരുൺ, പഠിക്കാൻ വിട്ടത് BSc സ്പോർട്സ് സയൻസ് ആണ്. സ്പോർട്സ് സയൻസിൽ അഭ്യാസം നടത്തുക എന്നുള്ള വിദ്യാഭ്യാസം നടത്തുക എന്ന അവരുടെ ആവശ്യം ആണ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചത്. ഈ ആവശ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ വളരെ വലിയ ആരോപണങ്ങൾ കൂടി അതിജീവിച്ചാണ് സംസ്ഥാന സർക്കാർ ഇതിന് അനുമതി നൽകിയത് എന്ന് ശ്രദ്ധിക്കണം. ആ ഘട്ടത്തിൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ നിരവധിയായി ഉയർന്നിരുന്നു. കസ്റ്റംസുമായി ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഇവർക്ക് എതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഈ അനുമതി നൽകാൻ എന്ന് ആ ഘട്ടത്തിൽ തന്നെ സ്പോർട്സ് കൗൺസിലിൽ വലിയ വിമർശനം ഉയർന്നതാണ്. മാത്രമല്ല, സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഈ സംഭവം സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് 2003 തീരുമാനിച്ചതാണ്. അതിനുശേഷമാണ് ഇവർക്ക് അനുമതി നൽകാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്നതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ആദ്യത്തെ അപാകതകളിൽ ഒന്നായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത്. തുടർന്ന് ഇവർ ലണ്ടനിലെത്തുന്നു. ലണ്ടനിലെത്തിയതിനു ശേഷം ഇവർ ആ പഠനം നടത്തുന്നില്ല എന്നതാണ് ഇതിലെ ഒരു വസ്തുത. ലണ്ടനിൽ പോയത് ഇവർ വളരെ കരുതിക്കൂട്ടി, വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം, ഒരു ഗൂഢാലോചന ഇതിനു മുൻപിൽ നടത്തിയതിനു ശേഷമാണ് ലണ്ടനിലേക്ക് ഇവർ പോകുന്നതും അവിടെ എത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതും. ഇത് കേവലം ഒരു ആരോപണം മാത്രമല്ല അവരവിടെ നേരിട്ടത്. വിദേശത്ത് ഉള്ള ലണ്ടനിലുള്ള മലയാളികളുടെ ഒന്നാകെയുള്ള വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയ ഒരു സംഭവമാണ് ഉള്ളത്. പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉന്നയിച്ച ആക്ഷേപമാണ് കേരള സർക്കാർ പരിഗണിച്ചത്. അവർ നൽകിയ തെളിവുകളാണ് കേരള സർക്കാരിന്റെ മുന്നിലേക്ക് എത്തിയത്. 2016 സ്പോർട്സ് കൗൺസിലിന് മുന്നിൽ ഈ ആരോപണം എത്തുന്നു. ഈ ആരോപണം പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നു. വിജിലൻസ് അന്വേഷണം നടപടിയെടുക്കാൻ വേണ്ടി വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയെടുക്കാൻ വേണ്ടി കസ്റ്റംസിനും കൈമാറുന്നു. വിജിലൻസ് അന്വേഷണം പിന്നീട് CBI അന്വേഷണമാക്കാനായി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു. കാരണം ഈ ഉദ്യോഗസ്ഥ അവർക്ക് കസ്റ്റംസിന്റെ കൂടി ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് തന്നെ 2 ഏജൻസികളെയും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കേസ് എന്ന രീതിയിൽ CBI അന്വേഷണമാണ് ഉചിതം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കപ്പെട്ടാൽ പിന്നീട് ഈ നടപടിക്രമങ്ങൾ, നമുക്ക് സാധാരണയുള്ള നടപടിക്രമങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി ഇതിലെ വീഴ്ച മനസ്സിലാക്കാൻ. അങ്ങനെ തീരുമാനിക്കപ്പെട്ട് ഒരു ഫയൽ തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് അതിന്മേലിൽ സംസ്ഥാനം വിജ്ഞാപനം ഇറക്കണം. ആ വിജ്ഞാപനം ഇറക്കേണ്ടത് ഇന്നത്തെ അവസ്ഥയിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ഉത്തരവ് ഇറങ്ങേണ്ടത്. അവിടെയാണ് ഈ ഫയലുകൾ മൊത്തത്തിൽ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പല കാരണങ്ങളും പല ന്യായങ്ങളും ഒക്കെ ഫയലുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിലെല്ലാം ഉപരിയായി വസ്തുതകളായി നിലനിൽക്കുന്നു. അഴിമതി നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. മനുഷ്യക്കടത്തിന് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ, പ്രവാസികൾ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. ഇവിടെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫയലുകൾ കാണാതായത്. അല്ലെങ്കിൽ ഈ ഫയലുകൾ രാധാകൃഷ്ണൻ, ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ മറുനാട്ടിൽ പഠനത്തിന് പോയ ഈ ബോബി അലോഷ്യസിന്റെ കായിക താരത്തിൻ്റെ ഒപ്പം ഈ കായിക താരത്തിന്റെ ഭർത്താവ് കൂടി പോവുകയും കോച്ചാണെന്ന് പറഞ്ഞ് അവിടെ പോവുകയും ഇപ്പോൾ ഈ സ്വപ്ന സുരേഷിന്റെ ആദ്യ ഭർത്താവുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്ന് തുടങ്ങിയ ചില വിശദീകരണങ്ങൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഈ മറുനാട്ടിൽ കോച്ച് എന്ന രീതിയിൽ പോയി മറുനാടൻ തട്ടിപ്പ് നടത്തിയ ഈ കോച്ച് എന്ന രീതിയിൽ അവിടെ പോയി നടത്തിയ ഓൺലൈൻ എഡിറ്റർ അടക്കം ഈ പറയുന്ന കേസിന്റെ പരിധിയിൽപ്പെടുമോ? അതെല്ലാം ഈ പറയുന്ന സ്വപ്ന സുരേഷുമായുള്ള ബന്ധം ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകുമോ? അങ്ങനെയാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? അരുൺ, തീർച്ചയായിട്ടുമാണ്. കാരണം BSc നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന BSc സ്പോർട്സ് സയൻസ് പഠിക്കാൻ പോകുന്ന ഒരു കായിക താരത്തിന് കൂടെ കോച്ചായി പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു കളവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോച്ചിങ് അദ്ദേഹം നടത്തിയത് സ്പോർട്സിലായിരിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വ്യാജ വിവരങ്ങൾ ഉണ്ടാക്കാനും വ്യാജ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുത്താനും ഒപ്പം കളവായിട്ടുള്ള ഈ മനുഷ്യ കടത്തിന് തുല്യമായിട്ടുള്ള നിയമനങ്ങളും ഒപ്പം റിക്രൂട്ട്മെന്റ്
ഏജൻസിയും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു നടന്നത്. രണ്ടുപേരും ചേർന്നാണ് അവിടെ ഒരു ഏജൻസി ഉണ്ടാക്കുന്നത്. ഈ ഏജൻസിയുടെ മറവിലായിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം. കേരളത്തിൽ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവ് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അന്വേഷണം നടന്നില്ല എന്നതിലുപരി ഇതിനകം തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള നിരവധി കോടതി കേസുകളുടെ പ്രതിയാണ് ഇപ്പോൾ ഈ രണ്ടുപേരുടെയും ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഭർത്താവായിട്ടുള്ള ആളെന്നത്. ഏതാണ്ട് 1 കോടിയധികം രൂപ ഏറ്റവും അവസാനം അടച്ചിരിക്കുന്നു ഒരു കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനനഷ്ട കേസിന് കഴിഞ്ഞ മാസം എന്നുള്ളത് കൂടിയാണ് ഇതിലേറ്റവും അടിസ്ഥാനമായിട്ടുള്ള വസ്തുത. 1 കോടി രൂപയൊക്കെ ഈ മാനനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അടയ്ക്കുക എന്ന് വരുമ്പോൾ എത്രമാത്രം കേസുകൾ വിദേശത്ത് നേരിട്ടിരുന്നു ഇവർ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം കൂടി നമുക്കറിയേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥ ഇപ്പോഴും കസ്റ്റംസിൽ തുടരുന്നു, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നു. ഈ ഘട്ടത്തിലാണ് CBI അന്വേഷണം വന്നാൽ ഇതെല്ലാം പുറത്തു വരും. അതുകൊണ്ട് CBI അന്വേഷണം തടയണം. ഇതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സ്വപ്ന സുരേഷിനെ കസ്റ്റംസുമായി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സ്വപ്ന കാത്തിരുന്നതായിരിക്കാം ഒരുപക്ഷെ ഈ കസ്റ്റംസുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫയലുകൾ ഓരോന്നായി എന്തായാലും അതിന് പുതിയ സ്വഭാവം വരുന്നു. സ്വപ്ന സുരേഷിന്റെ തട്ടിപ്പുകളുടെ കഥയിൽ ഒരു മുൻ കായിക താരമായ ബോബി അലൂഷ്യസ് പരിശീലനത്തിന് പോയി മറുനാട്ടിൽ പോയി നടത്തിയ ഒരു തട്ടിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. എന്നാൽ ഇതിൽ സ്വപ്ന സുരേഷ് ഇടപെട്ടുകൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഞാൻ ഒരിക്കൽ കൂടി റഹീമിലേക്ക് പോകുന്നു. റഹീം, സലീം ചാക്കോ പറഞ്ഞതനുസരിച്ച് വളരെ ഗുരുതരമായ രീതിയിൽ ഈ കേസ് അന്വേഷണം തടസ്സപ്പെടുത്താവുന്ന രീതിയിൽ ഉന്നത തലങ്ങളിൽ നിന്നുള്ള സ്വാധീനം ഉപയോഗിച്ചിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, തീർച്ചയായും. കാരണം ഇത്തരത്തിൽ ബോബി അലോഷ്യസിനെതിരായ ആരോപണം അന്വേഷണം, അതായത് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ പരാതി കൊടുത്ത സലീം പി ചാക്കോ അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിൽ തന്നെയുള്ള ഉന്നതരുടെ ബന്ധം, ഇത് കേസുമായി മുന്നോട്ട് പോകരുത് തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ഉന്നതരുടെ ബന്ധം ഈ ഒരു കേസിൽ, അതായത് ബോബി അലോഷ്യസിൻ്റെ ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ കേസ് മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും ഒരുപോലെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഫണ്ട് തട്ടിയെടുത്ത് തൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ബോബി അലോഷ്യസ് നീങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് സലീം പി ചാക്കോയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ബോബി അലോഷ്യസിനെതിരെ ഉയർന്നു വരുന്നത്. ഈ കേസ്, അതായത് കസ്റ്റംസ് ഉദ്യോഗസ്ഥ കൂടിയായ ബോബി അലോഷ്യസ് പല രീതിയിൽ ഈ ഒരു കേസ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ശ്രമിച്ചിരുന്നു എന്നും നമുക്ക് സലീം പി ചാക്കോയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. മുൻ സ്പോർട്സ് കൗൺസിൽ അംഗം സലീം പി ചാക്കോയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്. മുൻ കായിക താരം കൂടിയായ കസ്റ്റംസ് ഉദ്യോഗസ്ഥയെ ബോബി അലൂഷ്യസ് മറുനാട്ടിൽ പോയി നടത്തിയ വലിയൊരു തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിന് സഹായമായി കുടപിടിച്ചു നിന്നത് സ്വപ്ന സുരേഷ് എന്ന തീവ്രവാദ സ്വഭാവമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതിയാണ് എന്നാണ് ഇപ്പോൾ സലീം പി ചാക്കോ പുറത്തുവിട്ട ഈ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. റഹീമും രാധാകൃഷ്ണനുമാണ് ഡൽഹിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഈ വിവരങ്ങൾ നൽകിയത്.